ഓണത്തിന് മാത്രമല്ല എല്ലാ ദിവസവും സദ്യ കഴിക്കുക എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ കൂട്ടുകാരെ. എന്നാൽ മാസത്തിൽ 30 ദിവസവും സദ്യ കിട്ടുന്ന ഒരു സ്ഥലം നമ്മുടെ തൃശ്ശൂരിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ? നമ്മുടെ പിഷാരടി ഹോട്ടലാണത്. ഇവിടെ 10 മണി തൊട്ട് 4 മണി വരെ സദ്യ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കണം കൂട്ടുകാരെ, ഇവിടെ രാവിലെ 10 മണി മുതൽ 4 മണി വരെ എല്ലാ ദിവസവും സദ്യ ഉണ്ട് കേട്ടോ. പ്യുവർ വെജ് ഹോട്ടലാണ്. ഈ ഈ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃശ്ശൂർ കുറുപ്പൻ റോഡിലാണ് കേട്ടോ. നമ്മൾ ഓണ സമയത്ത് പോയതുകൊണ്ട് തന്നെ അന്ന് 2 തരം പായസം ഉണ്ടായിരുന്നു. ഒന്ന് പാലടയും ഒന്ന് പരിപ്പ് പായസമാണ് കേട്ടോ. പാലട പായസവും കിച്ചുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം പാലട പായസമാണ് വാങ്ങിയത്, ഞാൻ പരിപ്പ് പായസമാണ് വാങ്ങിയത്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. കിച്ചുവിന് സദ്യ കഴിക്കുന്നതെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇലയിട്ട് സദ്യ എല്ലാവരും ഒരുമിച്ച് കഴിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യം തന്നെ പരിപ്പും നെയ്യും കൂടി, പരിപ്പ് ഒഴിച്ചു, പിന്നെ നെയ്യ് ഒഴിച്ചു, പിന്നെ കാബേജ് തോരനിട്ടു, അച്ചാറിട്ടു, പുളിയിഞ്ചി ഇട്ടു, പച്ചടി ഇട്ടു, അങ്ങനെ കുറേ തരം കറികൾ, 7 തരം കറികൾ ഉണ്ടായിരുന്നു കേട്ടോ. 7 തരം കറികൾ വിളമ്പി. പിന്നെ പുളിയിഞ്ചിയും പപ്പടവും ഉണ്ടായിരുന്നു. കൊണ്ടാട്ട മുളകും പഴവും കായ വറുത്തതും ശർക്കര വരട്ടിയും അതിൻ്റെ കൂടെ തന്നെ തന്നു കേട്ടോ. ആദ്യം ഓരോ കറികളും വെറുതെ കഴിച്ചു നോക്കി. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു സദ്യയാണെന്ന് തോന്നി. പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടായി. അത് ഒരു വെറൈറ്റിയാണ് അല്ലേ. സദ്യക്ക് ചമ്മന്തിപ്പൊടി നമ്മളെ നാട്ടിൽ, ഞാൻ കണ്ണൂക്കാരി ആയതുകൊണ്ട് തന്നെ നമ്മളെ നാട്ടിൽ സദ്യക്ക് മെയിനായിട്ട് ചിക്കനൊക്കെയാണ് ഉണ്ടാവല് കേട്ടോ. ഈ സദ്യക്ക് വെറും 180 രൂപയേ ഉള്ളൂ കേട്ടോ. സാമ്പാർ അടിപൊളിയായിരുന്നു. സാമ്പാർ ഏറ്റവും ലാസ്റ്റാണ് വിളമ്പിയത്. പിന്നെ രസവും മോരും ഒക്കെ അവർ ആവശ്യത്തിന് നമ്മുടെ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ടുന്ന പോലെ എടുത്ത് കഴിക്കാം. കിച്ചു നല്ല സദ്യയെല്ലാം കഴിച്ച് സന്തോഷത്തിലാണുള്ളത് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലേ. ഇനി ഈ ലൊക്കേഷൻ വരുന്നത് കുറുപ്പൻ റോഡിലാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കണ്ണൂർക്കാരി ആണെങ്കിലും കുറേ വർഷങ്ങളായി തൃശ്ശൂരിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പകുതി തൃശ്ശൂർക്കാരിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ മുത്തുമണികളൊക്കെ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ തൊട്ടിലുണ്ട്. ആ തൊട്ടിൽ കിടത്തി കുഞ്ഞിനെ ഉറക്കാനുള്ള സൗകര്യവും കൂടി അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റം, അതാണ് നമ്മളെ കൂടുതൽ ആകർഷിച്ചത്. എല്ലാവരും നല്ല പെരുമാറ്റമായിരുന്നു, നല്ല സഹകരണമായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും നമ്മൾക്ക് അവിടെ പോയി ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു മോഹം വരും. അപ്പോൾ നമ്മളൊരു 2-2:30 ആയപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നിങ്ങൾ തൃശ്ശൂർ വരുന്നുണ്ടെങ്കിൽ എന്തായാലും സദ്യ കഴിക്കാനൊക്കെ ആഗ്രഹമുള്ളത് അവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹോട്ടലിൽ ഒന്ന് പോയി ഫുഡ് കഴിക്കുക തന്നെ വേണം. ഈ വീഡിയോ കുറച്ച് നാളുകൾക്ക് മുന്നേ എടുത്തതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഇത് ഞാൻ അന്നേ കൊണ്ടുവരണമെന്ന് വിചാരിച്ചു. എന്താ തൃശ്ശൂരിൽ വരുന്നവരൊക്കെ നല്ല ഫുഡ് അന്വേഷിച്ച് നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും അല്ലേ. അവർക്ക് ഈ സ്പോട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ പോയി ഫുഡ് കഴിക്കണം. ഇവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.